തസ്നീം ഫാം ബഹറിലെ മസ്റ്റ് വിസിറ്റ് പ്ലേസ് ആയിട്ടുള്ള ഒരു സൂ ആണ് തസ്നീം ഫാം. ബുദയിൽ സ്ഥിതി ചെയ്യുന്ന ഈ സൂവിലേക്ക് പ്രവേശന ഫീസ് 1 ദിനാർ 100 ഫിൽസ് ആണ് 2 വയസ്സിന് മുകളിലുള്ള എല്ലാവർക്കും. സംസാരിക്കുന്ന തത്തമ്മ മുതൽ ഒട്ടനേകം മൃഗങ്ങളും പക്ഷികളുമുള്ള ഈ സൂ മാത്രമല്ല, ഇവിടെ വലിയൊരു റെസ്റ്റോറൻറ്റ് പ്രവർത്തിക്കുന്നുണ്ട്. അതുപോലെ കുട്ടികൾക്കായിട്ടുള്ള പാർക്ക്, കളിസ്ഥലങ്ങൾ ഒക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. ഈന്തപ്പനയുടെ ഓലകൾ കൊണ്ട് നെയ്ത മേൽക്കൂരയിൽ വെളിച്ചമിട്ട് കാണുമ്പോൾ ഒരു പ്രത്യേക ഭംഗി തന്നെയാണ്. അപ്പം അവിടെ നിന്ന് ആ കൗണ്ടറിൽ നിന്ന് ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. 1 ദിനാർ കൊടുത്താൽ ആ കൂടയിലെ ഇലകൾ നമുക്ക് വാങ്ങിക്കാം. അത് ഇവിടുത്തെ ആനിമൽസിനെ ഫീഡ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. ഈ എൻട്രൻസിൻ്റെ സൈഡിൽ കാണുന്നത് കുട്ടികൾക്ക് പെയിൻറ്റ് ചെയ്യാനോ ഒക്കെയുള്ള പ്രൊവിഷനായിട്ടുള്ള സ്ഥലമാണ്. അതോടൊപ്പം തന്നെ കുട്ടികൾക്ക് ഓടിക്കളിക്കാനുള്ള ഒത്തിരി സൗകര്യവും ഇവിടെ ഉണ്ട്. അപ്പോൾ നമുക്കിനി വിശദമായ വീഡിയോയിലേക്ക് പോയാലോ. മരുഭൂമിയുടെ വാഹനമായ ഒട്ടകത്തിൽ തന്നെ തുടങ്ങാമല്ലേ. അടുത്തത് മയിൽ. തത്തമ്മേ ഹലോ, തത്തമ്മേ ഹലോ, തത്തമ്മേ തത്തമ്മേ തത്തമ്മേന്ന് വിളിച്ചേടാ, തത്തമ്മേന്ന് വിളിച്ചേ. ഹലോന്ന് പക്ഷിനെ കണ്ടോടാ, ഒറ്റക പക്ഷി. ലോകത്തിലെ ഏറ്റവും വലിയ പക്ഷി ഒട്ടകപ്പക്ഷി. അടുത്തത് എമു എന്ന പക്ഷി. എമു അടുത്തത് അമ്മൂസിൻ്റെ ഫേവറേറ്റ് മങ്കിയാണ്, കുരങ്ങച്ചൻ. കുരങ്ങച്ചൻ നല്ല ഉറക്കമാണ് കേട്ടോ, ഊഞ്ഞാലെ കിടന്ന്. അടുത്തത് ബബൂൺ മങ്കി എന്നറിയപ്പെടുന്ന ഒരു ആഫ്രിക്കൻ ഇനം കുരങ്ങനാണ്. അപ്പോൾ ഇതിന് കുറേ സമയം നമ്മൾ ഇതിൻ്റെ അടുത്ത് നിന്ന് കേട്ടോ ഇതിന് ഇല കൊടുക്കുകയൊക്കെ ചെയ്തു. വളരെ ആക്റ്റീവായിട്ടുണ്ടായിരുന്ന ഒരു മങ്കിയാണിത്. മോയലച്ചാന്ന് വിളിച്ചേ. ഇതാരാ അമ്മച്ചേ? കൈവക്കല് കേട്ടോ, കടി തരും. ഇതെന്നാ അപ്പാ? ഇതെന്നാ സാധനം? ഇത് എന്നാടാ പൊന്ന? ഇത് എനിക്കുഞ്ഞിനാണ്. എന്ത്
വിളിച്ചേ അമ്മൂസേ, മാനെ വിളിച്ചേ. ഒന്ന് വിളിച്ചേടാ. കമോൺ പറ. മാനെ വായോന്ന് പറ. ഇതന്നെ വലിയ പശുവല്ലേ. മുസെ സീബ്ര എന്ന് പറഞ്ഞേടാ. സീബ്ര എന്ന് പറ. സീബ്ര. സീബ്ര. കുതിരസവാരി നിങ്ങൾക്ക് ഇഷ്ടമാണോ? അങ്ങനെയെങ്കിൽ ദാ ഈ സുന്ദരനായ കുതിരയുടെ പുറത്ത് കയറി നിങ്ങൾക്ക് ഇവിടെ ഇപ്പറേ കാണുന്ന ഗ്രൗണ്ടിൽ കുതിരസവാരി നടത്താനായിട്ട് സാധിക്കും. ഇനി ഇവിടെയുള്ള കുറച്ച് ആടുകളെ കാണാം. മുസി, ഈ ആമക്കുട്ടിയെ കണ്ടോടാ? അടുത്തതാ ഈ വലിയ ആമയാണ് കേട്ടോ. ആമ ഇത് അമ്മയാമയാണെന്ന് തോന്നുന്നു. പുറകിൽ കുഞ്ഞാമയുണ്ട്, അപ്പുറം ഒരു അപ്പനാമയും കിടക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഈ ആമ ഒരു എന്താ പറയുക മണലിലാണ് കേട്ടോ കിടക്കുന്നത്. അല്പം നനവുള്ള മണലിലാണ് കിടക്കുന്നത്. ഇനി ഇതിന് തൊട്ടപ്പുറത്ത് എന്താ പറയുക വെള്ളത്തിലുള്ള ആമയും ഉണ്ട്. തൊട്ടപ്പുറത്ത് ഇപ്പോൾ കാണിച്ചു തരാമേ. ഇതാരാന്ന് മനസ്സിലായല്ലോ അല്ലേ? മുതലയാണ്, മുതല. അല്ല, കാക്കേന്ന് വിളിച്ചപ്പോ അത് ഓടി വന്നു. അമ്മൂസ് പാട്ട് പഠിക്കടാ. കാക്കേ കാക്കേ. പഠിക്കാം അമ്മൂസേ.
ഈ തലകൂലി ഇരിക്കുന്നത് മൂങ്ങയാണേ. ഇനി കുറച്ച് താറാവുകളെയും അരയന്നങ്ങളെയും കണ്ടാലോ? ഈ ഭക്ഷണം കഴിക്കുന്നത് മുള്ളൻപന്നിയാണേ. ഈ ഒരു സൈഡ് മുഴുവൻ പക്ഷികളാണ് കേട്ടോ. വിവിധതരം പ്രാവുകൾ, മറ്റ് ചെറു പക്ഷികൾ, താറാവ്, പിന്നെ ഇനി അങ്ങോട്ട് അപ്പുറത്തെ സൈഡിൽ കോഴികൾ, അങ്ങനെ പക്ഷികളാണ് കേട്ടോ മൊത്തം ഈ സൈഡിലുള്ളത്. കോഴി, പൂവൻ കോഴി. പക്ഷെ കോഴീനെ കണ്ടാടാ? ആ, കോഴിമമ്മയ്ക്കുള്ള വെള്ള. ഒരു ടാറ്റ കൊടുത്തേരെ കോഴിയമ്മയ്ക്ക്. ബൈ. ബായ് കൊടുക്കുക. വാടാ ബേബി, കമോൺ. കോഴി കൊക്കണം കേട്ടോ. കൊക്കോന്ന് ടാറ്റ കൊടുത്തേ. ഓക്കെ, ബൈ. കോഴിയമ്മേന്ന് വിളിച്ചേ. അത് കോഴിയമ്മയ്ക്കുള്ള പാപ്പമാടാ. കോഴിയമ്മേന്ന് വിളിച്ചേ.
മിസ്സേ കിളിയേന്ന് വിളിച്ച് കമോന്ന് പറ. അപ്പോൾ നിങ്ങൾ മൃഗങ്ങളെയും പക്ഷികളെയും എല്ലാം കണ്ടു കഴിഞ്ഞ് തിരിച്ച് കൈയൊക്കെ കഴുകിയിട്ട് ഇനി ബാക്കി ഇവിടെ എന്തൊക്കെയാണ് കാഴ്ചകളെന്ന് കാണാൻ വേണ്ടി പോവുകയാണേ. ഇവിടെ നമുക്കൊരു കഫേ കാണാം. നമുക്ക് ചെറിയ പലഹാരം, ചായ എല്ലാം അറബിക് സ്റ്റൈലാണ് കൂടുതലും ഉള്ളത്. അത് ഇങ്ങനെ കാണാം, നമുക്ക് മേടിച്ച് കഴിക്കാം. പിന്നെ ഇവിടെ ഇങ്ങനെ പനയോലകൾ കൊണ്ട് മേഞ്ഞ് നല്ല ഹൃദയത്തിൻ്റെ അകത്ത് ലൈറ്റൊക്കെ വെച്ച് സെറ്റാക്കിയിട്ടുണ്ട്. പിന്നെ ഇതൊരു ഡൈനിങ് ഏരിയ ആണ് കേട്ടോ, നമുക്ക് വന്ന് കഴിക്കാം. പിന്നെ ഇവിടെ ഫാം പോലെ ഒരു ഏരിയ കുറേ കാണാനുണ്ട്. കുറേ എന്താ പറയുക, വെജിറ്റബിൾസ് ലൈക്ക് ലീഫി വെജിറ്റബിൾസൊക്കെ അവിടെ കൃഷി ചെയ്തിരിക്കുന്നുണ്ട്. പിന്നെ മൾബറീസ് ഉണ്ട്, പിന്നെ കറ്റാർവാഴ കൃഷി ചെയ്തിരിക്കുന്നത് കാണാനായിട്ട് സാധിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ കാഴ്ചകൾ കണ്ടൊക്കെ നടക്കുമ്പോൾ അമ്മൂസ് ഒരു പൂച്ചയെ കണ്ടായിട്ട് പുറകെ ഓടിയിട്ടുണ്ട്. അതിൻ്റെ വിശേഷങ്ങളൊന്നും കണ്ടാലോ. ഹലോ എന്ന് പറഞ്ഞേ. തൊടണ്ട തൊടണ്ട. ഹലോ, നമുക്ക് പോവാം. ടാറ്റ കൊടുക്ക്, പോവാം. ടാറ്റ കൊടുക്ക്, ബൈ, പോ. വെള്ളപ്പൂക്കളാൽ മനോഹരിയായി നിൽക്കുന്ന ആര്യവേപ്പ് മരം ഇവിടുത്തെ മറ്റൊരു പ്രത്യേകതയാണ്. ഇനിയും കാണുന്നത് ഇവിടുത്തെ റെസ്റ്റോറൻറ്റിൻ്റെ ഭാഗങ്ങളാണ്. അവിടെ നമുക്ക് ഇൻസൈഡും ഔട്ട്സൈഡും ഇരിക്കാനായിട്ടുള്ള ഏരിയ ഉണ്ട്. ഒരു ട്രഡീഷണൽ അറബിക് സ്റ്റൈലിലാണ് ഇതെല്ലാം ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ തീച്ചുളയിൽ കുബൂസ് ഉണ്ടാക്കുന്നു. അപ്പോൾ ആ ചേട്ടനോട് ചോദിച്ചൊരു വീഡിയോ എടുത്തോട്ടെ എന്ന്. അപ്പോൾ ആൾ ഓക്കെ പറഞ്ഞു. അങ്ങനെ ഞാൻ കുബൂസ് ഉണ്ടാക്കുന്ന വീഡിയോയും കൂടെ നിങ്ങളെ കാണിച്ചു തരാമേ. വർഷങ്ങളായി കുബൂസ് കഴിച്ചിട്ടുമുണ്ട്, കണ്ടിട്ടുണ്ടെങ്കിലും ഇത് ഉണ്ടാക്കുന്ന പ്രോസസ്സ് ആദ്യമായിട്ടാണ് കേട്ടോ കാണുന്നത്. അതുകൊണ്ട് ഒരു പ്രത്യേക ഒരു സന്തോഷം, ആഹാ ഇതിങ്ങനെയാണല്ലോ ഉണ്ടാക്കുന്നത് എന്ന് കാണാൻ പറ്റുന്നതിലൊരു സന്തോഷം ഉണ്ടായിരുന്നു. അപ്പോൾ ആ ചേട്ടനോട് ഞാൻ താങ്ക്സ് ഒക്കെ പറഞ്ഞു ഈ കാഴ്ച കാണിച്ചു തന്നതിന്.
ഇനി കുറച്ച് ഫോട്ടോസ് ആയാലോ? അമ്മൂസിനൊരു മുരിങ്ങയ്ക്ക് കിട്ടി, അതും പിടിച്ചുകൊണ്ടാണ് അമ്മൂസ് പോസ് ചെയ്യുന്നത്. അമ്മൂസ് പറഞ്ഞ പോലെ നേരം രാത്രിയായി. സ്നീം ഫാമിനൊരു ടാറ്റ പറഞ്ഞ് ഞങ്ങൾ വീട്ടിൽ പോവുകയാണ്. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി.